നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ സൂപ്പർ പോരാട്ടത്തിൽ ബ്രസീലും മൊറോക്കോയും സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. 1-1 സമനില. ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ ഫിഫ റാങ്കിങ്ങിൽ ടോപ്പ് 10-ലുള്ള രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുന്ന ഈ ഒറ്റ കളിയിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ആവേശം ആരാധകർക്കുണ്ടായിരുന്നു, വലിയ ആൻറ്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു. എന്ത് സംഭവിക്കുമെന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഒടുവിൽ കട്ടക്ക് കട്ട എന്ന് പറയാവുന്ന പോലെ രണ്ട് ടീമും ഓരോ പോയിന്റും കൊണ്ട് കൈ കൊടുത്ത് പിരിഞ്ഞിരിക്കുകയാണ്. രണ്ട് കിടിലൻ ഗോളുകൾ, ഇസ്മായിൽ സൈബരിയുടെ ഗോളും അതുപോലെ വിനി ജൂനിയറുടെ വേൾഡ് ക്ലാസ് ഗോളും കണ്ടൊരു മത്സരം ഒടുവിൽ 1-1 സമനിലയിൽ അവസാനിച്ചു. മത്സരത്തിൽ ബ്രസീൽ ടീമിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഇഗോർ തിയാഗോ ഒരു ഏരിയ സ്ട്രൈക്കറെ മുന്നിൽ നിർത്തി കാർലോ അഞ്ചലോട്ടി, ഒപ്പം വിനി ജൂനിയർ, ലുക്കാസ് പക്വേറ്റ, റാഫിഞ്ഞ എന്നിവരെയൊക്കെയാണ് നിരത്തിക്കൊണ്ടാണ് ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടതെങ്കിൽ മറുഭാഗത്ത് ഇസ്മായിൽ സൈബഴി, അൽ ഖനൂസ്, ഒനാഹി, ബ്രൈൻ ഡയസ് എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് മൊറോക്കോയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ രണ്ട് ടീമും ടോ എന്ന രൂപത്തിലാണ് കളി മുന്നോട്ട് പോയത്. ആദ്യമൊക്കെ മൊറോക്കോയുടെ നിരന്തരാക്രമണങ്ങൾ, ബ്രസീലിന് ബോൾ വേണ്ട വിധത്തിൽ ലഭിക്കുന്നില്ല എന്ന തോന്നലുകൾ, ആ ഇടക്കാണ് ഇഗോർ തിയാഗോക്ക് കിടലിനൊരു അവസരം, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹെഡ് മിസ് ടൈംഡായി പോയി. എന്തായാലും ഒടുവിൽ 21ാമത്തെ മിനിറ്റിൽ ഇസ്മായിൽ സൈബരിയുടെ ഗോൾ ബ്രസീലിൻ്റെ വലയിലേക്ക് ബ്രാഹിം കൊടുത്ത ബോൾ അതുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഡിഫൻഡർമാർ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഗോൾ കീപ്പർ ആ ഒരു ബോൾ തടയാൻ വേണ്ടി മുന്നോട്ട് കയറുക കൂടി ചെയ്തപ്പോൾ വളരെ കൂളായിട്ട് ഗോൾ കീപ്പർക്ക് മുകളിലൂടെ വലയിലേക്ക് അങ്ങ് പന്ത് കോരിയിട്ടു ഇസ്മായിൽ സൈബരി. സൂപ്പർ ഫിനിഷ്, കാം, കളക്റ്റഡ് ആൻഡ് ബ്രില്യൻ ഫിനിഷ് ഫ്രം ഇസ്മായിൽ സൈബരി. മൊറോക്കോ ഒരു ഗോളിന് മുന്നിൽ. ബ്രസീൽ എന്ത് ചെയ്യും? ഡ്രിങ്ക്സ് ബ്രേക്ക് കഴിയുന്നു. പിന്നാലെയും ബ്രസീലിന് വേണ്ട വിധത്തിൽ 2-3 പാസുകളൊക്കെ ഒരുമിച്ച് കൊടുത്ത് മുന്നേറാൻ പറ്റുന്നില്ല. അങ്ങനെ തോന്നിച്ചൊരു നിമിഷത്തിലാണ് വിനി ജൂനിയറുടെ മാജിക് പ്രവർത്തിക്കുന്നത്. അതിമനോഹരമായി ഇടത് പാർശ്വത്തിൽ അദ്ദേഹം ഒന്ന് കൊടുത്തു വാങ്ങി വന്ന ബോളുമായിട്ട് പെനാൽറ്റി ബോക്സിലെ ഡിഫൻഡേഴ്സ് നിൽക്കവേ വെടിച്ചില്ല് പോലെ പന്ത് വലയിലേക്ക് അദ്ദേഹം അടിച്ചങ്ങ് കയറ്റുന്ന കാഴ്ച. ദിസ് ഈസ് വാട്ട് വേൾഡ് ക്ലാസ് പ്ലെയേഴ്സ് ഡൂയിങ്. അതാണ് നമ്മൾ കണ്ടത്. അത്ര നേരം ആവറേജായി നിന്ന വിനി ഒരു മാജിക്കൽ പെർഫോമൻസിലൂടെ ബ്രസീലിനൊപ്പം എത്തിക്കുന്നു. ഇടവേള സമയമാകുമ്പോഴേക്കും ബ്രസീലും ഉണർന്നു കഴിഞ്ഞിരുന്നു. പക്വറ്റയ്ക്ക് കിടലിന് അവസരമുണ്ടായിരുന്നു, അത് പക്ഷേ യാസിൻ ബോനോ തടയുകയായിരുന്നു. മത്സരം 1-1 സമനില. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ കോച്ച് ബ്രസീലിയൻ നിരയിൽ യെല്ലോ കാർഡ് കിട്ടിയ റോജർ ഇബാനസിനെയും അതുപോലെ തന്നെ കാസിമിറോയും മാറ്റുന്നു. മത്സരം പുരോഗമിക്കവേ മറ്റ് സബ്സ്റ്റിറ്റ്യൂഷനുകൾ കൂടി, അതായത് മാത്യസ് കുഞ്ഞ വരുന്നു, ലൂയിസ് എൻട്രിക്ക വരുന്നു, അങ്ങനെയുള്ള മാറ്റങ്ങളും കോച്ച് വരുത്തി. പക്ഷേ രണ്ട് ഭാഗത്തേക്കും നീക്കങ്ങൾ കണ്ടൊരു മത്സരം. രണ്ടാം പകുതിയിൽ പിന്നീട് ഗോളുകൾ വന്നില്ല. ഏതായാലും യാസിൻ ബോനോക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ടി വന്നതിനാൽ 10 മിനിറ്റ് എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നു. അവസാനം ഹക്കീമിയുടെ ഒരു ഷോട്ട് തടയാനുള്ള ശ്രമം, അത് യഥാർത്ഥത്തിൽ ആ ഷോട്ട് ബോൾ പുറത്തേക്കായിരുന്നു, എന്നിട്ടും ഒരു ചാൻസ് എടുക്കണ്ട എന്ന തരത്തിലായിരിക്കണം ആലിസൺ അത് തടയാൻ പോയത്. ആ തടഞ്ഞത് പിന്നീട് റീബൗണ്ടിലൂടെ മൊറോക്കോ ഗോൾ അടിക്കുവാൻ സംശയമായിരുന്നു. പക്ഷെ അവിടെ ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്തുകൊണ്ട് ആലിസൺ അത് രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും മത്സരം ഒടുവിൽ 1-1 സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു. ഈ ഗ്രൂപ്പിൽ ഗെയിം ഓൺ എന്ന് പറയേണ്ടി വരും. ഇനി സ്കോട്ട്ലൻഡിനെതിരെയും ഹെയ്ത്തിക്കെതിരെയും ബ്രസീലും മൊറോക്കോയും എത്ര ഗോളുകൾ അടിക്കുന്നു എന്നതനുസരിച്ചിരിക്കും ഗ്രൂപ്പ് ജേതാക്കൾ ആരാണ് എന്ന് തീരുമാനിക്കപ്പെടുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ് ടോക്സിൽ എത്താം.